ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കുടുംബം ഒന്നിച്ചു നിൽക്കും. പ്രാർത്ഥനയില്ലാത്ത കുടുംബം തകർന്നു വീഴും. ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ലക്ഷങ്ങൾ മുടക്കി നമ്മൾ നമ്മുടെ വീടുകൾ മനോഹരമായി അലങ്കരിക്കുന്നുണ്ട്. വിലപിടിപ്പുള്ള ഫർണിച്ചറുകളും വലിയ ടിവികളും നമ്മുടെ സ്വീകരണ മുറിയിലുണ്ട്. എന്നാൽ നിങ്ങളുടെ വീടിന്റെ പ്രാർത്ഥനാ മുറി അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അൾത്താര ജീവനുള്ള ഒരു ആത്മീയ കോട്ടയാണോ? അതോ ആരും തിരിഞ്ഞു നോക്കാത്ത പൊടി പിടിച്ച വെറുമൊരു സ്മാരകമായി അത് മാറിയോ? നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതൊരു വെറും യാദൃച്ഛികതയല്ല. പെട്ടെന്നുള്ള ഒരു ദിവസം കുടുംബത്തിലുള്ളവർക്ക് പ്രാർത്ഥനയോട് വല്ലാത്തൊരു മടുപ്പ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാഴ്ച. നിങ്ങൾ പ്രാർത്ഥിക്കാനായി പോകുന്ന സമയം അല്ലെങ്കിൽ ദൈവകാര്യങ്ങളിൽ നിലനിൽക്കാൻ പോകുന്ന ആ സമയം എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നിട്ടുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾ ഈ അവസ്ഥയിലൂടെ ഒരു നിമിഷമെങ്കിലും കടന്നുപോയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ വലിയ സത്യം മനസ്സിലാക്കുക. ഈ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഭവനത്തിൻ്റെ ആത്മീയ കോട്ടയുടെ മതിലുകൾ തകർന്നു വീഴുകയാണ് എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങളാണിവ. കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന അസ്വസ്ഥതകളും രാത്രികാലങ്ങളിൽ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളും വെറുമൊരു യാദൃച്ഛികതയല്ല. നിങ്ങളുടെ ഭവനത്തിന് ചുറ്റുമുണ്ടായിരുന്ന ദൈവകൃപയുടെ ആ വലിയ കവചം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ മുന്നറിയിപ്പാണ് ഇവ. ആ വലിയ സംരക്ഷണം നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അന്ധകാര ശക്തികൾ ആ ഭവനത്തെ പൂർണ്ണമായി വിഴുങ്ങുന്നതിന് മുൻപ് ആ വലിയ ദൈവകൃപയെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നും എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം. ഈ വീഡിയോ മുഴുവനായും വലിയ ശ്രദ്ധയോടെ കാണുക. ഈ വലിയ ആത്മീയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഭവനം വീണ്ടും ദൈവകൃപയിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, അവിടുത്തെ സ്വർഗീയ കൃപയാൽ എൻ്റെ ഭവനത്തെയും പ്രാർത്ഥനാ മുറിയെയും അവിടുന്ന് സംരക്ഷിക്കണമേ. നിങ്ങളുടെ ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ഭവനത്തിൻ്റെ സംരക്ഷണത്തെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കട്ടെ. ഒന്നാമതായി, നിങ്ങളുടെ ഭവനത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു എന്ന് കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണം എന്താണ്? മത്തായി 21:13 യേശു പറയുന്നത് നോക്കാം: എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് നിങ്ങളുടെ ഭവനത്തിൻ്റെ ഏറ്റവും സമാധാനം നിറഞ്ഞതും ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്നതും നിങ്ങളുടെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയാണ്. ഇന്ന് വെറുമൊരു വാസ്തുവിദ്യ സൗന്ദര്യമായി ഒതുങ്ങിപ്പോയോ എന്ന് ചിന്തിക്കുക. വിശുദ്ധ ഗ്രന്ഥങ്ങളും എല്ലാം പൊടി പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥ. ആ പൊടി വെറുമൊരു രൂപത്തിൽ മാത്രമല്ല, നിങ്ങളുടെ കുടുംബ സമാധാനത്തിൻ്റെ ഭാവി ജീവിതത്തിൻ്റെ ആ പൊടി പിടിച്ചു കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഭവനത്തിൽ അന്ധകാര ശക്തികൾ ആദ്യം കയറുന്നതിൻ്റെ ലക്ഷണങ്ങൾ ആ ഭവനത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ പൊടി പിടിച്ച് കിടക്കുന്നതാണ്. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനാ മുറിയിൽ വന്നിരിക്കുന്ന ആ പഴയ ശീലമൊക്കെ എപ്പോഴോ നിന്നുപോയി. അതിനു പകരം സന്ധ്യാസമയമാകുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണുകളിലും അല്ലെങ്കിൽ ഡിജിറ്റൽ യുഗത്തിലും ആണ്. അവരൊക്കെ സ്വന്തം ലോകത്തേക്ക് ചുരുങ്ങിപ്പോയി. മണിക്കൂറോളം നമുക്ക് സിനിമ കാണാൻ സമയമുണ്ട്, പക്ഷേ ഒരു 10 മിനിറ്റ് അൾത്താരയ്ക്ക് മുൻപിൽ നിൽക്കാൻ നമുക്ക് സമയമില്ല. സഹോദരങ്ങളെ, പലരുടെയും വീട്ടിൽ ഇപ്പോഴും അൾത്താരയുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയുണ്ട്, പക്ഷേ അതിനിപ്പോൾ ജീവനില്ല എന്നതാണ് സത്യം. ഇതാണ് നിങ്ങളുടെ വീടിൻ്റെ ആത്മീയ തകർച്ചയ്ക്ക് ആദ്യമുണ്ടാകുന്ന ആ വലിയ ലക്ഷണം. രണ്ടാമതായി, ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് സംഭവിക്കുന്ന വലിയൊരു മാറ്റം നോക്കാം. എന്നാൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്: കോപിക്കാം, പക്ഷേ എന്നാൽ പാപം ചെയ്യരുത്. ഒരു കുടുംബത്തിൽ സംഭവിക്കുന്ന കോപം സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ നീണ്ടു നിൽക്കാൻ അനുവദിക്കരുത്. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സഹോദരങ്ങളെ, ഒരു ഭവനത്തിൽ പ്രാർത്ഥനയില്ലാതെയാകുമ്പോൾ ആ ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ യാതൊരു ചേർച്ചയുമില്ലാതെയാകുന്നു. കോപം കടന്നു വരുന്നു, ശത്രുത കടന്നു വരുന്നു. മുൻപൊക്കെ വളരെ തമാശയോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ അതൊക്കെ വലിയ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ആരും ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഭവനത്തിൽ എപ്പോഴും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭവനത്തിൽ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അത് എന്ന് മുടങ്ങുന്നുവോ, എവിടെ നിന്നാണ് അത് സ്റ്റോപ്പ് ആകുന്നത്, അവിടെ നിന്ന് നിങ്ങളുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യും.
സന്ധ്യാസമയം ഒരുമിച്ചുള്ള പ്രാർത്ഥന ആ ദിവസത്തെ സന്തോഷത്തെയും ആ ദിവസത്തെ കോപങ്ങളെയും ഇല്ലാതെയാക്കുന്നു. വിഷമങ്ങളും ദേഷ്യങ്ങളും എല്ലാം ആ അൾത്താരയ്ക്ക് മുൻപിൽ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു. എന്നാൽ ആ ദൈവകൃപയുടെ കവചം നഷ്ടപ്പെട്ടപ്പോൾ പരസ്പരം സ്നേഹിക്കാനോ സഹിക്കാനോ ക്ഷമിക്കാനോ തയ്യാറാവാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്താണെന്ന് നോക്കാം. സങ്കീർത്തനങ്ങൾ 91:5 വചനം നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട്. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. എന്നാൽ പ്രാർത്ഥനാമുറിയുടെ സംരക്ഷണം നഷ്ടപ്പെടുമ്പോൾ ദുസ്വപ്നങ്ങളും ഉറക്കമില്ലായ്മയും നിങ്ങളുടെ ഭവനത്തിലേക്ക് വന്നു കയറും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നറിയാമോ? നിങ്ങളുടെ ഭവനത്തിൻ്റെ ആത്മീയ അതിർത്തിക്കുള്ളിൽ അന്ധകാര ശക്തികളുടെ പ്രവർത്തനം ഉണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയുടെ അഭാവം മൂലം നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രികാലങ്ങളിൽ അന്ധകാര ശക്തികളാൽ ആക്രമിക്കപ്പെടുന്നുണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥന കൊണ്ടും കുരിശടയാളം കൊണ്ടും മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും അന്ധകാര ശക്തികളുടെ പ്രവർത്തനത്തെയും ഇല്ലാതെയാക്കാൻ സഹായിക്കൂ. നമുക്ക് വലിയ വീടുണ്ടായിരിക്കാം, വലിയ കാറുണ്ടായിരിക്കാം, എന്നാൽ സമാധാനമില്ലെങ്കിൽ ആ വീടിന് അർത്ഥമില്ല. ദൈവസമാധാനം ഒരു ഭവനത്തിൽ, അത് ചെറിയ വീടായാലും വലിയ വീടായാലും, ദൈവസമാധാനം ആ ഭവനത്തിൽ എന്ന് നിറയുന്നുവോ അവിടെയാണ് ഏറ്റവും നല്ല സ്വർഗം നമുക്ക് കാണാൻ സഹായിക്കുന്നത്. ദൈവസമാധാനമുള്ള ഭവനങ്ങളിലാണ് ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങളും ദൈവശക്തിയും പ്രവർത്തിക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സ്വർഗമാണ് നിങ്ങളുടെ ഭവനം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം. അതിനെ തകർക്കാൻ അന്ധകാര ശക്തികൾക്ക് സാഹചര്യം ഒരുക്കാതിരിക്കുക. ഈ വീഡിയോയിൽ കേട്ട ഓരോ വചനങ്ങളും നിങ്ങളുടെ ഭവനത്തിനെ ഒരു ഉരുക്ക് കോട്ടയാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. ഓരോ വചനങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു വയ്ക്കുക. അന്ധകാര ശക്തികൾക്ക് പ്രവർത്തിക്കാനുള്ള സാഹചര്യത്തെ ഉണ്ടാക്കാതിരിക്കുക. പ്രാർത്ഥനയിലും ദൈവ സാന്നിധ്യത്തിലും ദൈവത്തിലെ കൂടുതൽ അടുക്കാനായി ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. സഹോദരങ്ങളെ, നീ എത്രത്തോളം ദൈവത്തിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം ദൈവം നിന്നിലേക്കും നിന്റെ കുടുംബത്തിലേക്കും നിന്റെ മക്കളുടെ ഭാവിയിലേക്കും അടുക്കുമെന്നുള്ളത് വളരെ ഉറപ്പുള്ള കാര്യമാണ്. നീ ഒരു നിമിഷം പോലും പാഴാക്കാതെ ദൈവത്തിൽ പ്രാർത്ഥിക്കുക, ദൈവ സാന്നിധ്യത്തിൽ നിറയുക. നിന്റെ കുടുംബത്തിനു വേണ്ടിയും നിന്റെ മക്കൾക്കു വേണ്ടിയും മക്കളുടെ ഭാവി ജീവിതത്തിനു വേണ്ടിയും എത്രത്തോളം നീ കണ്ണീരോടെ ദൈവത്തിന് മുൻപിൽ ചെല്ലുന്നുവോ അതിന് പ്രതിഫലം വൈകാതെ ദൈവം നിനക്ക് നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഈ കേട്ട വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മുടെ മക്കളെയും, മക്കളുടെ ഭാവി ജീവിതത്തെയും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.